ഞെട്ടിയോ? നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുവാണ് കേട്ടോ. ഈ താരത്തിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ സിജോ, ബിഗ് ബോസ് താരം സിജോയെ അത്ര വേഗം നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ? അതായത് നമ്മുടെ ജിൻഡോടെയൊക്കെ സീസൺ ഉണ്ടായിരുന്ന സിജോ ജോൺ, അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയൊക്കെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സീസൺ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിൽ നമ്മുടെ റോക്കി ബായുടെ കയ്യിൽ നിന്ന് ഒരു ഇടി കിട്ടിയ ആ ഒരു താരത്തിന് അത്ര വേഗമൊന്നും ആരും മറക്കാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആ ഒരു സീസൺ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. കാരണം അതിൽ ഒരു മത്സരാർത്ഥി മറ്റു മത്സരാർത്ഥിയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നു, പുറത്താകുന്നു, ആ ഒരു സംഭവം. അപ്പൊ എന്തായാലും സിജോയുടെ ഒരു പുതിയൊരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് ഞെട്ടി വണ്ടടിച്ചു പോയി കേട്ടോ. കാര്യം ശരിയാണ്, നമ്മൾ സിജോയെ കണ്ടിരിക്കുന്നത്, സിജോയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിജോ ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ. ബിഗ് ബോസിൽ വന്നിട്ടാണെങ്കിലും എന്താ പറയുക, മറ്റേ റോക്കി ബായിനെ പോയി തോണ്ടി തോണ്ടി ഇടി മേടിച്ചു, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഈ സിജോ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴക്കാരൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം, ഈ സിജോയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. നമുക്കറിയാം സിജോ കല്യാണമൊക്കെ കഴിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ചില മാറ്റങ്ങൾ, ആള് നല്ല ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ നല്ല ഫിറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതൊന്നെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. കുറ്റം പറയാനൊന്നും വന്നതല്ല. കാരണം നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു, ഹോ കുറ്റം പറയാൻ വന്നു, നമ്മൾ കുറ്റം പറഞ്ഞു, മറ്റത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു എന്നൊക്കെ കമന്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊരിക്കലും കുറ്റം പറയാൻ വന്നതല്ല. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ അതെടുത്ത് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതിലിപ്പോൾ എന്ത് പറയാനാ, ഇപ്പം ഇതൊക്കെയാണല്ലോ ട്രെൻഡ്, ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് ആണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. പിന്നെ എനിക്കൊരു അതിശയം തോന്നി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ കല്യാണം കഴിച്ചതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഞെട്ടൽ തോന്നിപ്പോയി. അപ്പം എന്താന്ന് പറഞ്ഞാലും ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഫുള്ള് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതുപോലുള്ള വീഡിയോസിനൊക്കെ മാർക്കറ്റുള്ളൂ, ഇതുപോലെയുള്ളതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകണമെങ്കിൽ ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വൈറലാകും. ഇതെല്ലാവർക്കും ഉള്ളൊരു ടിപ്പാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് റീച്ച് വേണോ അല്ലെങ്കിൽ വൈറലാകണോ, ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വൈറലാകും കേട്ടോ. എല്ലാവർക്കും ഇപ്പം അതാണല്ലോ വേണ്ടത്, വൈറലാകണം. ഏത് രീതിയിലൊന്ന് വൈറലായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഇതൊക്കെയാണ്. ഉദാഹരണം ഞാൻ പറയാം. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ രേണുസുതി എങ്ങനെ വൈറലായത്, ഇതുപോലെ ബീച്ചിൽ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ആ ഒരു റീൽ ചെയ്തതോടുകൂടി ഭയങ്കര വൈറലായി. കുറേ നെഗറ്റീവ് ഒക്കെ കിട്ടിയെങ്കിലും ആൾ എവിടെ വരെ എത്തി, അങ്ങ് ബിഗ് ബോസ് വരെ എത്തി. അപ്പം അതുപോലെ തന്നെ ഈ സിജോയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ അത്യാവശ്യം കത്തിക്കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. കാരണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെ പോലുള്ളവർ ഇതേ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിടുന്നത്. എന്നാലും നമ്മുടെ സിജോയുടെ ഭാര്യനെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു മനസ്സ് സമ്മതിക്കണം. എന്തായാലും സിജോയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ നല്ല ഫിറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ കമന്റ് ചെയ്തു ടോവിനോട് ഒരു ഷേപ്പ് ഉണ്ടെന്ന്. അത് ശരിയാണ് കേട്ടോ, എനിക്കും തോന്നാതിരുന്നില്ല. ചെറിയൊരു ഷേപ്പ് എവിടേക്കോ ഉണ്ട്. പിന്നെ ആളിപ്പോൾ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ചായയൊക്കെ ഉണ്ട്. എന്തായാലും സിനിമയിലൊക്കെ കയറാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ സിജോ എത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ഭാവുകങ്ങളും നേരെയാണ്. കാരണം സിനിമയിൽ കയറണമെങ്കിൽ കയറട്ടെ. നമ്മൾ ബിഗ് ബോസിലൂടെ ആളുടെ കഴിവുകൾ എത്രത്തോളാണെന്നുള്ളത് കണ്ടതാണ്. അവസാനം റോക്കിയുടെ ഇടിയും മേടിച്ച് പിന്നെ താടിയലിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് എന്തൊക്കെ അതിനു വേണ്ടി അനുഭവിക്കേണ്ടി വന്നു. അപ്പം എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പം ആള് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലൊരു വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് സിജോയുടെ ഇതുപോലൊരു വീഡിയോ കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ മൊത്തത്തിൽ അങ്ങ് വണ്ടടിച്ചു പോയി, കിളിപോയൊരവസ്ഥ കേട്ടോ. സമ്മതിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ വൈറലാകട്ടെ, അതുപോലെ എയറിലും ആകട്ടെ, എയറിൽ കിടന്ന് പാറി പറക്കട്ടെ. ഇപ്പം എല്ലാവർക്കും അതാണ് വേണ്ടത്. നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, എത്ര നെഗറ്റീവ് ആണെങ്കിലും എത്ര തെറി കേട്ടാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടണം, ഒന്ന് റീച്ച് കിട്ടണം. തെറിയാണെങ്കിലും കുഴപ്പമില്ല,
എല്ലാ ആൾക്കാരും ഇപ്പം ആഗ്രഹിക്കുന്ന നെഗറ്റീവിലൂടെയാണെങ്കിലും കുഴപ്പമില്ല, റീച്ച് കിട്ടണം. അതിനു വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഇവരുടെ ആ ഒരു എന്താ പറയുക ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത്. കാരണം വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു നടിയാണോ അറിയില്ല, ഇപ്പം ആദ്യമായിട്ടാണ് സിജോയുടെ കൂടെ ഈ ഒരു പെണ്ണെ കാണുന്നത്. എന്തായാലും പുള്ളിക്കാരിയുടെ തുടക്ക വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇത് എന്തായാലും അങ്ങ് കത്തി കയറട്ടെ. ഒരുപക്ഷെ നാളത്തെ രേണുസുതി ഇതായിരിക്കാം. കാരണം രേണുസുതി ഇതുപോലെയാണല്ലോ വൈറലായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സിജോയുടെ കൂടെയുള്ള ഈ ഒരു പെൺകുട്ടി നാളെ വൈറൽ താരമായി മാറിയേക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ്. സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും അത് എന്ത് വൈറലാകും എന്ത് വൈറലാകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് അത്യാവശ്യം വൈറലാകണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു. ഇപ്പം ഞാൻ അതിൻ്റെ കമൻറ്റ് വന്നതൊക്കെ നോക്കിയിട്ട് ഫുള്ള് പോസിറ്റീവ് കമൻറ്റാണ്. ഓ സൂപ്പർ, അടിപൊളി, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റുകൾ. നമുക്ക് നോക്കാം കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ടോ എന്നും നോക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത് കുറച്ചുകൂടി പോയി. ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഈ ഒരു രീതിയിലൊക്കെ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് കത്തിക്കയറട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സിജോയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണെങ്കിലും അഭിപ്രായം, ഇനിയിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടാതെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്.